സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കൊപ്പം മഴക്കെടുതികളും തുടരുന്നു. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണ് വ്യാപക നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. മഴയ്ക്കൊപ്പം കാറ്റും ശക്തമായതോടെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. എറണാകുളം തിരുവാണിയൂരിലും തിരുമാറാടിയിലും ഇലഞ്ഞിയിലും മരം വീണ് 3 വീടുകൾ തകർന്നു. പാലാ പ്രാവിത്താനം ടൗണിന് സമീപം മരമൊടിഞ്ഞു വീണ് നിരവധി വൈദ്യുതി പോസ്റ്റുകൾ നിലംപൊത്തി. ആലപ്പുഴ മട്ടാഞ്ചേരി പാലത്തിലേക്ക് മരം കടപുഴകി വീണ് സ്കൂട്ടറിൽ യാത്ര ചെയ്ത ദമ്പതികൾക്ക് പരിക്കേറ്റു. ആലപ്പുഴ സ്വദേശി ഉനൈസിനും ഭാര്യയ്ക്കുമാണ് പരിക്കേറ്റത്. മഴ പെയ്തപ്പോൾ ഇരുവരും വാഹനം റോഡിലൊതുക്കി വെയിറ്റിംഗ് ഷെഡിൽ കയറി നിൽക്കുകയായിരുന്നു. മഴ മാറിയ ശേഷം തിരിച്ച് വണ്ടിയിലേക്ക് കയറാൻ പോകുന്നതിനിടെയാണ് മരം വീണത്. മാന്നാറിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ നിരവധി വീടുകൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. കോട്ടയം വൈക്കം വെച്ചൂരിൽ റോഡിനു കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. 2 കാറുകൾക്ക് മുകളിൽ മരം വീണെങ്കിലും അപകടമുണ്ടായില്ല. മൂന്നാറിൽ പെരിയവാരയിൽ മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. ചപ്പാത്ത് കട്ടപ്പന റോഡിൽ ആലാടിയിൽ റോഡിലെ കൽക്കെട്ട് ഇടിഞ്ഞതിനെ തുടർന്ന് ഈ വഴിയുള്ള ഗതാഗതം നിരോധിച്ചു. തിരുവനന്തപുരം പാലോട് കല്ലറ റൂട്ടിൽ വൈദ്യുതി പോസ്റ്റുകൾ കാറിന് മുകളിലേക്ക് വീണു. വൈദ്യുതി ഇല്ലാത്തതിനാൽ അപകടം ഒഴിവായി. തൃശൂർ അതിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് സമീപവും മരം വീണു. മരം വീണതോടെ ചാലക്കുടി മലക്കപ്പാറ റോഡിന്റെ ഒരു ഭാഗം തകർന്നു. കുന്നംകുളം ശാന്തിനഗറിൽ മരം പൊട്ടി വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. കോഴിക്കോട് കക്കാടംപോയി പീടികപ്പാറയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്.